ഓം ശാന്തി. 18/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നു പഴയ ലോകത്തിൽ നിന്നും മരിച്ച് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി. ഇപ്പോൾ നിങ്ങളുടെ പ്രീതി ഒരു ഭഗവാനുമായി ആയിക്കഴിഞ്ഞു. ചോദ്യം: ഏത് വിധിയിലൂടെയാണ് ബാബയുടെ ഓർമ്മ നിങ്ങളെ ധനികരാക്കി മാറ്റുന്നത്? ഉത്തരം: ബാബ ബിന്ദുവാണ്. നിങ്ങൾ ബിന്ദുവായി ബിന്ദുവിനെ ഓർമ്മിക്കൂ, എങ്കിൽ ധനികരായി മാറും. ഒന്നിൻ്റെ കൂടെ ബിന്ദു വിടുക ആണെങ്കിൽ 10 ആകും. വീണ്ടും ബിന്ദു വിട്ടാൽ 100, പിന്നെ 1000 ആകുന്നു. ഇതേപോലെ ബാബയുടെ ഓർമ്മയിലൂടെ ബിന്ദു വീണുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ധനികരായി മാറുന്നു. ഓർമ്മയിൽ തന്നെയാണ് സത്യമായ സമ്പാദ്യമുള്ളത്. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. ഈ ഗീതത്തിൻ്റെ അർത്ഥം എത്ര വിചിത്രമാണ്! പ്രീതി ഉണ്ടായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരോടാണ് ഉണ്ടായിരിക്കുന്നത്? ഭഗവാനോട്. കാരണം ഈ ലോകത്തിൽ നിന്നും മരിച്ച് ആ ഒന്നിൻ്റെ അടുക്കൽ പോകണം. മരിക്കും എന്ന ചിന്ത വരും വിധത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പ്രീതി ഉണ്ടാകുമോ? പിന്നെ ആരെങ്കിലും പ്രീതി വയ്ക്കുമോ? ഗീതത്തിൻ്റെ അർത്ഥം എത്ര വണ്ടർഫുള്ളാണ്! ദീപനാളത്തോട് ശലഭം പ്രീതി വെച്ച് ചുറ്റി കറങ്ങി കറങ്ങി ജ്വലിച്ച് മരിക്കുന്നു. നിങ്ങൾക്കും ബാബയുടെ പ്രീതിയിൽ ഈ ശരീരം ഉപേക്ഷിക്കണം. അതായത് ബാബയെ ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ മഹിമ കേവലം നിങ്ങളെക്കുറിച്ചാണ്. ആ ബാബ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ആ ഒന്നിനോട് ആരാണോ പ്രീതി വയ്ക്കുന്നത് അവർക്ക് ഈ ലോകത്തോട് മരിക്കേണ്ടി വരും. ഭഗവാനുമായി പ്രീതി വയ്ക്കുമെങ്കിൽ മരിച്ച് എവിടെ പോകും? തീർച്ചയായും ഭഗവാന്റെ അടുക്കലേക്ക് തന്നെ പോകും. മനുഷ്യർ ദാന പുണ്യ തീർത്ഥയാത്രകളൊക്കെ ചെയ്യുന്നു ഭഗവാന്റെ അടുക്കിലേക്ക് പോകുന്നതിനായി. ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും മനുഷ്യർ പറയുന്നു, ഭഗവാനെ ഓർമ്മിക്കൂ. ഭഗവാൻ എത്ര പ്രശസ്തമാണ്! ആ ഒന്ന് വരുമ്പോൾ മുഴുവൻ ലോകത്തെയും ഇല്ലായ്മ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്നു പഴയ ലോകത്തിൽ നിന്നും മരിച്ച് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനായി. പഴയ ലോകത്തെ പതീത ലോകം അഥവാ ഹെൽ എന്ന് പറയുന്നു. ബാബ പുതിയ ലോകത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നു. കേവലം എന്നെ ഓർമ്മിക്കൂ, ഞാൻ ഹെവൻലി ഗോഡ് ഫാദറാണ്. ലൗകിക ഫാദറിൽ നിന്നും നിങ്ങൾക്ക് ധനം ലഭിക്കുന്നു, സ്വത്തും കെട്ടിടവും മറ്റും ലഭിക്കും. പെൺകുട്ടികൾക്കാണെങ്കിൽ സമ്പത്ത് ലഭിക്കുന്നില്ല. അവരെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അവർ അവകാശി ആകാത്തതുപോലെയാണ്. ഈ ഭഗവാനാണെങ്കിൽ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ഈ ഒന്നിൻ്റെ അടുക്കൽ സർവർക്കും വരേണ്ടതുണ്ട്. ഒരു സമയത്ത് തീർച്ചയായും ബാബ വരുന്നു, സർവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം പുതിയ ലോകത്തിൽ വളരെ കുറച്ച് മനുഷ്യരാണുള്ളത്. പഴയ ലോകത്തിൽ വളരെയധികമുണ്ട്. പുതിയ ലോകത്തിൽ മനുഷ്യരും കുറവാണ്, സുഖവും വളരെയധികം ഉണ്ടായിരിക്കും. പഴയ ലോകത്തിൽ വളരെയധികം മനുഷ്യരുണ്ട്, അപ്പോൾ ദുഃഖവും വളരെയധികമുണ്ട്. അതിനാലാണ് വിളിക്കുന്നത്. ബാപ്പു ഗാന്ധിയും പറയുമായിരുന്നു, ഹേ പതീത പാവന വരൂ. കേവലം ആ ഒന്നിനെ അറിഞ്ഞിരുന്നില്ല. പതീത പാവനൻ പരംപിത പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ആ ഒന്ന് വേൾഡിൻ്റെ ലിബറേറ്ററാണ്. രാമനെയും സീതയെയും മുഴുവൻ ലോകവും അംഗീകരിക്കുകയില്ല. മുഴുവൻ ലോകവും പരംപിത പരമാത്മാവിനെയാണ് ലിബറേറ്ററും ഗൈഡുമായി അംഗീകരിക്കുന്നത്. ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ശരി, ദുഃഖം നൽകുന്നത് ആരാണ്? ബാബയ്ക്ക് ദുഃഖം നൽകാൻ കഴിയില്ല. കാരണം ആ ഒന്ന് പതീത പാവനാണ്. പാവന ലോകമായ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്.
നിങ്ങൾ ആ ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികളാണ്. എങ്ങനെയാണോ പിതാവ് അതുപോലെയാണ് കുട്ടികൾ. ലൗകിക പിതാവിൻ്റേത് ലൗകിക കുട്ടികളാണ്, അതായത് ശാരീരിക കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആത്മാവാണ്. പരംപിത പരമാത്മാവ് നമുക്ക് സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാവുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും ലഭിക്കും. ആ ഒന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവനാണ്. നമ്മൾ സ്റ്റുഡൻസ് ആണ്. ഇത് മറക്കുവാൻ പാടില്ല. ശിവബാബ മധുബനിൽ മുരളി ഉച്ചരിക്കുന്നു എന്നത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ മുളയുടെ മുരളി ഇവിടെയില്ല, ആ ഓടക്കുഴലല്ല. കൃഷ്ണൻ ഡാൻസ് ചെയ്യുന്നത്, മുരളി ഊതുന്നത് ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. ബാക്കി ജ്ഞാനത്തിൻ്റെ മുരളി ഊതുന്നത് ശിവബാബ തന്നെയാണ്. നിങ്ങളുടെ അടുക്കൽ നല്ല നല്ല ഗീതങ്ങൾ ഉണ്ടാക്കുന്നവർ വരും. ഗീതം മിക്കവാറും പുരുഷന്മാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ജ്ഞാനത്തിൻ്റെ ഗീതങ്ങൾ തന്നെ പാടണം. അതിലൂടെ ശിവ് ബാബയുടെ ഓർമ്മ വരട്ടെ. ബാബ പറയുന്നു, അൽഫ് ആയ എന്നെ ഓർമ്മിക്കൂ. ശിവനെ പറയുന്നത് ബിന്ദു എന്നാണ്. വ്യാപാരികൾ ബിന്ദു ഇടുമ്പോൾ ശിവ എന്ന് പറയും. ഒന്നിനു ശേഷം ബിന്ദു എഴുതൂ എങ്കിൽ 10 ആകും. പിന്നീടും ബിന്ദു എഴുതൂ എങ്കിൽ 100 ആകും. വീണ്ടും ബിന്ദു എഴുതൂ, അപ്പോൾ 1000 ആകും. അപ്പോൾ നിങ്ങൾക്കും ശിവനെ ഓർമ്മിക്കണം. എത്രത്തോളം ശിവനെ ഓർമ്മിക്കുമോ ബിന്ദുക്കൾ വീണുകൊണ്ടേയിരിക്കും. നിങ്ങൾ പകുതി കൽപ്പത്തേക്ക് ധനികരായി മാറുന്നു. അവിടെ ദരിദ്രർ ഉണ്ടായിരിക്കുന്നതേയില്ല. എല്ലാവരും സുഖമുള്ളവരായി കഴിയുന്നു. ദുഃഖത്തിൻ്റെ പേരില്ല. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ വളരെയധികം ധനവാനാകും. ഇതിനെ പറയുന്നത് സത്യമായ ബാബയിലൂടെയുള്ള സത്യമായ സമ്പാദ്യം എന്നാണ്. ഇതാണ് കൂടെ പോകുന്നത്. മനുഷ്യരെല്ലാം ഒഴിഞ്ഞ കൈയോടെ പോകുന്നു. നിങ്ങൾക്ക് നിറഞ്ഞ കൈയോടെ പോകണം. ബാബയെ ഓർമ്മിക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പീസും പ്രോസ്പെറിറ്റിയും ലഭിക്കും. ആത്മാക്കളായ നിങ്ങൾ ആദ്യം പ്യോറായിരുന്നു, പിന്നെ ഇംപ്യോർ ആയിരിക്കുന്നു. സന്യാസിമാരെയും സെമി പ്യോർ എന്ന് പറയും. നിങ്ങളുടേതാണ് ഫുൾ സന്യാസം. സന്യാസിമാർ എത്ര സുഖമാണ് നേടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അല്പം സുഖമാണ്, പിന്നീട് ദുഃഖം തന്നെയാണ്. മുൻപ് അവർ സർവവ്യാപി എന്ന് പറഞ്ഞിരുന്നില്ല. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ വീണുകൊണ്ടിരുന്നു. ലോകത്തിൽ അനേകം പ്രകാരത്തിലുള്ള മേളകൾ നടക്കുന്നു. കാരണം വരവുണ്ടാകുന്നുവല്ലോ. ഇതും അവരുടെ തൊഴിലാണ്. നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ തൊഴിൽ ഒഴികെ മറ്റെല്ലാ തൊഴിലിലും പൊടിയാണ് എന്ന് പറയുന്നു. ഈ തൊഴിൽ വിരളം പേരെ ചെയ്യുകയുള്ളൂ. ബാബയുടേതായി സർവ്വതും ദേഹസഹിതം ബാബയ്ക്ക് നൽകണം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ശരീരം ലഭിക്കുവാൻ. ബാബ പറയുന്നു, നിങ്ങൾക്ക് കൃഷ്ണപുരിയിലേക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുമ്പോഴാണ്. നമ്മളെ പാവനമാക്കൂ എന്ന് കൃഷ്ണപുരിയിൽ പറയുകയില്ല. ഇവിടെ എല്ലാ മനുഷ്യരും വിളിക്കുന്നു, ഹേ ലിബറേറ്റർ വരൂ, ഈ പാപാത്മാക്കളുടെ ലോകത്തിൽ നിന്നും നമ്മളെ ലിബറേറ്റ് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് നമ്മളെ തൻ്റെ കൂടെ കൊണ്ടുപോകുവാനായി. അവിടെ പോകുന്നത് നല്ലതാണല്ലോ. മനുഷ്യർ ശാന്തി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശാന്തി എന്ന് എന്തിനെയാണ് പറയുന്നത്? കർമ്മമില്ലാതെ ആർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. ശാന്തി ഉള്ളത് ശാന്തിധാമത്തിൽ തന്നെയാണ്. എങ്കിലും ശരീരമെടുത്ത് കർമ്മം ചെയ്യുക തന്നെ വേണം. സത്യയുഗത്തിൽ കർമ്മം ചെയ്യുമ്പോഴും ശാന്തി ഉണ്ടായിരിക്കുന്നു. അശാന്തിയിൽ മനുഷ്യന് ദുഃഖമുണ്ടാകുന്നു. അതിനാൽ ശാന്തി എങ്ങനെ ലഭിക്കും എന്ന് പറയുന്നു.
ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ശാന്തിധാമം നമ്മുടെ വീടാണ്. സത്യയുഗത്തിൽ ശാന്തിയുമുണ്ട്, സുഖവുമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ അത് വേണമോ അതോ കേവലം ശാന്തി വേണമോ? ഇവിടെയാണെങ്കിൽ ദുഃഖമാണ്. അതിനാൽ പതീത പാവനായ ബാബയെയും ഇവിടെ വിളിക്കുന്നു. ഭക്തി ചെയ്യുന്നത് തന്നെ ഭഗവാനുമായി കണ്ടുമുട്ടാനാണ്. ഭക്തിയും ആദ്യം അവ്യഭിചാരി, പിന്നീട് വ്യഭിചാരിയാകുന്നു. വ്യഭിചാരി ഭക്തിയിൽ നോക്കൂ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന്. ഏണിപ്പടിയുടെ ചിത്രത്തിൽ എത്ര നന്നായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യം തെളിയിക്കണം ഭഗവാൻ ആരാണ്. ശ്രീകൃഷ്ണനെ ഇങ്ങനെ ആരാണാക്കിയത്? കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വലിയ യുക്തി ആവശ്യമാണ്. ആരാണോ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നത് അവരുടെ ഹൃദയവും സാക്ഷ്യപ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റിയിലും ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർ തീർച്ചയായും തീവ്രമായി പോകും. നമ്പർ വാർ ആയിരിക്കുക തന്നെ ചെയ്യും. ചിലർ ഡൾ ഹെഡും ആയിരിക്കും, മൂഢബുദ്ധികളുമാണ്. ശിവ് ബാബയോട് ആത്മാവ് പറയുന്നു, എൻ്റെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ. ബാബ പറയുന്നു, ബുദ്ധിയുടെ പൂട്ട് തുറക്കുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കർമ്മം അങ്ങനെയുള്ളതാണ്. അത് കാരണം പൂട്ട് തുറക്കുന്നതേയില്ല. പിന്നെ ബാബ എന്തു ചെയ്യുവാനാണ്? വളരെയധികം പാപം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാബ അവരെ എന്തു ചെയ്യും? ടീച്ചറിനോട് അഥവാ സ്റ്റുഡൻറ്റ് നമ്മൾ പഠനത്തിൽ പിന്നിലാണ് എന്ന് പറയുകയാണെങ്കിൽ ടീച്ചർ എന്തു ചെയ്യും? ടീച്ചർ കൃപ കാണിക്കുകയില്ല. അവർക്ക് വേണ്ടി എക്സ്ട്രാ ടൈം വയ്ക്കും. അതിൽ നിങ്ങൾക്ക് വിലക്കില്ല. എക്സിബിഷൻ തുറന്നിരിക്കുകയാണ്, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഭക്തിമാർഗത്തിൽ ചിലർ മാല തിരിക്കൂ എന്ന് പറയും, ചിലർ മന്ത്രം ഓർമ്മിക്കൂ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ ബാബ തൻ്റെ പരിചയം നൽകുന്നു. ബാബയെ ഓർമ്മിക്കണം, അതിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് എടുക്കണമല്ലോ. ഇതിൽ തന്നെയാണ് ബാബ പറയുന്നത്, വികാരത്തിലേക്ക് ഒരിക്കലും പോകരുത്. അല്പമെങ്കിലും വികാരത്തിൻ്റെ ടേസ്റ്റ് വന്നുവെങ്കിൽ പിന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. സിഗരറ്റോ മറ്റോ ഒരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ നിറം ഉടൻ പതിയാൻ തുടങ്ങും. പിന്നെ ശീലം ഉപേക്ഷിക്കുന്നത് പ്രയാസമായി തോന്നും. എത്ര ഒഴിവ് കഴിവുകളാണ് പറയുന്നത്. ഒരു ശീലവും ഉണ്ടാകാൻ പാടില്ല. മോശമായ ശീലങ്ങളും മാറ്റണം. ബാബ പറയുന്നു, ജീവിച്ചിരിക്കെ ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിച്ച് എന്നെ ഓർമ്മിക്കൂ. ദേവതമാർക്ക് ഭോഗ് എപ്പോഴും പവിത്രമായത് തന്നെയാണ് അർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളും പവിത്ര ഭോജനം കഴിക്കൂ. ഇക്കാലത്താണെങ്കിൽ സത്യമായ നെയ്യ് ലഭിക്കുന്നില്ല, എണ്ണ ഉപയോഗിക്കുന്നു. അവിടെ എണ്ണയും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണെങ്കിൽ ഡയറിയിൽ നോക്കൂ, ശുദ്ധമായ നെയ്യ് വെച്ചിട്ടുണ്ട്, അസത്യമായതും വെച്ചിട്ടുണ്ട്. രണ്ടിലും പ്യോർ നെയ്യ് എന്ന് എഴുതിയിട്ടുണ്ടാകും. വിലയിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പുഷ്പത്തെ പോലെ വിടർന്ന് ഹർഷിതമായിരിക്കണം. സ്വർഗത്തിലാണെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കുന്നു. അവിടെ പ്രകൃതിയും സദോപ്രധാനമായിരിക്കുന്നു. ലക്ഷ്മി നാരായണനെ പോലെ നാച്ചുറൽ ബ്യൂട്ടി ഇവിടെ ആർക്കും ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അവരെ ഈ കണ്ണുകളിലൂടെ ആർക്കും കാണുവാൻ സാധിക്കില്ല. പിന്നെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. എന്നാൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ ആർക്കും അതേപോലെ ചിത്രമുണ്ടാക്കുവാൻ സാധിക്കില്ല. പിന്നെ ഏതെങ്കിലും ആർട്ടിസ്റ്റിന് സാക്ഷാത്കാരം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം ഇരുന്ന് ഉണ്ടാക്കാം. എന്നാൽ വളരെ പ്രയാസമാണ്. കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബാബ നമ്മളെ കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങളും പൂർത്തിയായി. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ ബുദ്ധിയിലിരിക്കുന്നതിലൂടെ സന്തോഷമുണ്ടാകും. വികാരത്തിൻ്റെ അല്പം പോലും ചിന്ത വരുവാൻ പാടില്ല. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്.
ദ്രൗപദിയും അതിനാലാണല്ലോ വിളിച്ചത്. ദ്രൗപദിക്ക് 5 പതിമാരൊന്നും ഉണ്ടായിരുന്നില്ല. ദ്രൗപദി വിളിച്ചിരുന്നത്, എന്നെ ഈ ദുശാസനൻ വിവസ്ത്രയാക്കുന്നു, ഇതിൽ നിന്നും രക്ഷിക്കൂ എന്നാണ്. പിന്നെ 5 പതിമാർ എങ്ങനെ ഉണ്ടാകുവാൻ കഴിയും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. അടിക്കടി കുട്ടികളായ നിങ്ങൾക്ക് പുതിയ പുതിയ പോയിന്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചില ചേഞ്ച് വരുത്തി വാക്കുകൾ ചേർക്കേണ്ടി വരും. നിങ്ങൾ എഴുതുന്നുണ്ട്, അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഈ ഭാരതത്തെ ദേവസ്ഥാനമാക്കും. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, സൺ ഷോസ് ഫാദർ, ഫാദർ ഷോസ് സൺ. ഫാദർ ഏതാണ്? ശിവന്റെയും സാലിഗ്രാമിൻ്റെയും മഹിമയാണുള്ളത്. ശിവ് ബാബ എന്താണോ മനസ്സിലാക്കിച്ചു തരുന്നത് അത് ഫോളോ ചെയ്യൂ. ഫോളോ ഫാദർ എന്ന മഹിമയും ആ ഒന്നിൻ്റേതാണ്. ലൗകിക ഫാദറിനെ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പതീതമായി മാറുന്നു. ഈ ഒന്ന് ഫോളോ ചെയ്യിക്കുന്നത് പാവനമാക്കുവാനാണ്. വ്യത്യാസമുണ്ടല്ലോ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ ഫോളോ ചെയ്ത് പവിത്രമാകൂ. ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നത്. ലൗകിക അച്ഛനെ ഫോളോ ചെയ്യുന്നതിലൂടെ 63 ജന്മം നിങ്ങൾ പടികൾ താഴേക്കിറങ്ങി. ഇപ്പോൾ ബാബയെ ഫോളോ ചെയ്ത് മുകളിലേക്ക് കയറണം. ബാബയുടെ കൂടെ പോകണം. ബാബ പറയുന്നു, ഈ ഓരോരോ രത്നവും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. നിങ്ങൾ ബാബയെ അറിഞ്ഞ് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. അവരാണെങ്കിൽ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്ന് പറയുന്നു. ലയനം ഉണ്ടാകാൻ പോകുന്നില്ല, വീണ്ടും വരും. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, മധുരമായ കുട്ടികളെ, ആദ്യം സർവർക്കും ബാബയുടെ പരിചയം നൽകണം. പാരലൗകിക പിതാവ് പാവനമാക്കുന്നതിൻ്റെ സമ്പത്ത് നൽകുന്നു. അതിനാൽ പരിധിയില്ലാത്ത ബാബയോട് പാവനമാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. ആ ഒന്ന് പതീത പാവനാണ്. ലൗകിക അച്ഛനെ പതീത പാവനൻ എന്ന് പറയില്ല. അവർ സ്വയം വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹേ പതീത പാവന വരൂ എന്ന്. അപ്പോൾ 2 പിതാവിൻ്റെയും പരിചയം സർവർക്കും നൽകണം. ലൗകിക പിതാവ് പറയും, വിവാഹം കഴിച്ച് പതീതമാകൂ. പാരലൗകിക പിതാവ് പറയുന്നു, പാവനമാകൂ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി മാറും. ഒരു ബാബ സർവരെയും പാവനമാക്കുന്നവനാണ്. ഈ പോയിന്റ്സ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. ഭിന്ന പ്രകാരത്തിലുള്ള പോയിന്റ്സ് വിചാരസാഗര മഥനം ചെയ്ത് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. ഇത് നിങ്ങളുടെ തൊഴിലായി. നിങ്ങൾ പതീതരെ പാവനമാക്കുന്നവർ തന്നെയാണ്. പാരലൗകിക പിതാവ് ഇപ്പോൾ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കെ ഇപ്പോൾ പാവനമാകൂ. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും പാരലൗകിക പിതാവിൻ്റെ മതമനുസരിച്ച് നടക്കണമല്ലോ. ഈ പ്രതിജ്ഞയും എക്സിബിഷനിൽ എഴുതണം. പാരലൗകിക പിതാവിനെ ഫോളോ ചെയ്യും, പതീതമാകുന്നത് ഉപേക്ഷിക്കും. ബാബയിൽ നിന്നും ഗ്യാരണ്ടി, അതായത് ഉറപ്പ് സ്വീകരിക്കുകയാണ് എന്ന് എഴുതൂ. മുഴുവൻ കാര്യവും പവിത്രതയുടേതാണ്. കുട്ടികളായ നിങ്ങൾക്ക് രാവും പകലും സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. അൽഫും ബേയും, അതായത് ചക്രവർത്തി പദം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശിവജയന്തി എന്നാൽ ഭാരതത്തിൻ്റെ സ്വർഗത്തിൻ്റെ ജയന്തി എന്നാണ്. ഗീത തന്നെയാണ് സർവശാസ്ത്രമയി ശിരോമണി. ഗീത മാതാവാണ്. സമ്പത്താണെങ്കിൽ പിതാവിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഗീതയുടെ രചയിതാവ് ശിവബാബ തന്നെയാണ്. പാരലൗകിക പിതാവിൽ നിന്നും പാവനമാകാനുള്ള സമ്പത്ത് ലഭിക്കുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ഗോഡ്ലി സ്റ്റുഡൻസ് ആണ്. ഇത് സദാ സ്മൃതിയിൽ വയ്ക്കണം. ഒരു മോശമായ ശീലവും ഉണ്ടാക്കരുത്. അവയെ ഇല്ലാതാക്കണം. വികാരത്തിൻ്റെ അല്പം പോലും ചിന്ത വരാൻ പാടില്ല. ജീവിച്ചിരിക്കെ ശരീരത്തിൻ്റെ ബോധം മറന്ന് ബാബയെ ഓർമ്മിക്കണം. ഭിന്ന ഭിന്ന പോയിന്റ്സ് വിചാരസാഗര മഥനം ചെയ്ത് പതിതരെ പാവനമാക്കാനുള്ള തൊഴിൽ ചെയ്യണം. വരദാനം: സന്തുഷ്ടതയുടെ ത്രിമൂർത്തി സർട്ടിഫിക്കറ്റിലൂടെ സദാ സഫലത പ്രാപ്തമാക്കുന്ന ഉയർന്ന പദവിയുടെ അധികാരിയായി ഭവിക്കട്ടെ. സദാ സഫലമാകുന്നതിനായി ബാബയോടും പരിവാരത്തോടും ശരിയായ കണക്ഷൻ ആവശ്യമാണ്. ഓരോരുത്തരും 3 സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്: ബാബ, താങ്കൾ, പരിവാരം. പരിവാരത്തെ സന്തുഷ്ടമാക്കുന്നതിനു വേണ്ടി ചെറിയൊരു കാര്യം ഓർമ്മ വയ്ക്കൂ. റിഗാർഡ് നൽകുന്നതിൻ്റെ റെക്കോർഡ് നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. ഇതിൽ നിഷ്കാമമാകൂ. ബാബയെ സന്തുഷ്ടമാക്കുന്നതിനു വേണ്ടി സത്യത ഉള്ളവരാകൂ. സ്വയം തന്നോട് സന്തുഷ്ടം ആയിരിക്കുന്നതിനായി സദാ ശ്രീമത്തിൻ്റെ രേഖയ്ക്കുള്ളിലിരിക്കൂ. ഈ 3 സർട്ടിഫിക്കറ്റ് ഉയർന്ന പദവിയുടെ അധികാരിയാക്കി മാറ്റും. സ്ലോഗൻ: ആരാണോ ചിത്രത്തെ നോക്കാതെ ചൈതന്യത്തെയും ചരിത്രത്തെയും നോക്കുന്നത്, അവർ തന്നെയാണ് ശ്രേഷ്ഠ ചരിത്രവാൻ. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമാകൂ. ഇതുപോലെ സർവ ആത്മാക്കൾക്കും ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകുന്നതിനായി സദാ ശുഭഭാവനയും മംഗളത്തിൻ്റെ ഭാവനയും വയ്ക്കുന്നു. അതേപോലെ തൻ്റെ ഈ ദേവീ സംഘടനയെയും ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യിച്ച് സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ. അപ്പോൾ താങ്കളുടെ ഈ ദൈവിക സംഘടനയുടെ മൂർത്തിയിൽ ഏകതയും ഏകരസസ്ഥിതിയുടെയും സാക്ഷാത്കാരം പ്രത്യക്ഷ രൂപത്തിൽ ഉണ്ടാകും. സാകാര ദേഹത്തിനുള്ളിൽ ഭ്രകുടി മധ്യത്തിൽ ഒരു തിളങ്ങുന്ന ചൈതന്യ ജ്യോതിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ചൈതന്യ ജ്യോതിയാണ്. ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സൂക്ഷ്മ പ്രകാശ സ്വരൂപം കാണുന്നു. ഈ സ്മൃതി നിലനിർത്തി ദേഹി അഭിമാനി അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ
ശാന്ത സ്വരൂപ ആത്മാവാണ്. ശാന്ത സ്വരൂപ ആത്മാവായ ഞാൻ എൻ്റെ പ്രകാശ ശരീരത്തെ എമർജ് ചെയ്യുന്നു. ലൈറ്റിൻ്റെ ശരീരത്തിൽ സൂക്ഷ്മ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ ഫരിഷ്തകളുടെ ലോകമായ അവ്യക്ത ദേശത്തിലേക്ക് പോകുന്നു. വെള്ള പ്രകാശം സർവത്ര നിറഞ്ഞിരിക്കുന്ന ശീതളമായ ഈ അവ്യക്ത ലോകത്തിൽ ബാബയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എന്നിൽ പതിയുന്നു. ഞാൻ ലൈറ്റ് മൈറ്റ് സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ നിന്നും ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്യുന്നു. ഒരു ദിവ്യ സൂക്ഷ്മ പ്രകാശ ബിന്ദുവായി ഒരു സെക്കൻഡിൽ പരമധാമമാകുന്ന ജ്യോതി ദേശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവന്ന ദിവ്യ പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ജ്യോതി ദേശത്തിൽ ഞാൻ ആത്മാവ് എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു.
ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ മധുരമായ ബാബയുടെ മുന്നിലാണ്. ശാന്തിയുടെ സാഗരമായ ശിവബാബ ശാന്തിയുടെ പ്രകാശ കിരണങ്ങളാൽ എന്നെ സമ്പന്നമാക്കുന്നു. എന്നിൽ ശാന്തി നിറയുന്നു. ഗഹനമായ ശാന്തതയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ സാഗരമായ പരമാത്മാവ് പവിത്രതയുടെ കിരണങ്ങളാൽ എന്നിൽ പവിത്രതയുടെ ശക്തി നിറയ്ക്കുന്നു. പരമാത്മാ പവിത്രത ഉൾക്കൊണ്ട് ഞാൻ സമ്പൂർണ്ണ പവിത്ര സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാനായ ബാബ ശക്തികളുടെ പ്രകാശ കിരണങ്ങളാൽ എന്നിൽ ശക്തി നിറയ്ക്കുന്നു. ഞാൻ ശക്തി സമ്പന്നമായി മാസ്റ്റർ സർവശക്തിവാനായി സ്ഥിതി ചെയ്യുന്നു. സമ്പന്നമായ ഈ അവസ്ഥയിൽ ഞാൻ സാകാരദേശത്തിൽ ത്രികുടി മധ്യത്തിൽ അവതരിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും ശാന്തിയുടെ പവിത്രതയുടെ ശക്തിയുടെ കിരണങ്ങൾ
വ്യാപിക്കുന്നു.